നമസ്കാരം. എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വന്നിട്ടും എന്തെന്നില്ലാത്ത ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന വിശ്വാസത്തിൽ 100 കിലോ ലഡുവിന് ഓർഡർ ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 മാർജിനിൽ വിജയിക്കുമെന്ന് ഉറപ്പാണെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിതേന്ദ്ര പട്വാരിയുടെ അവകാശവാദം. മധ്യപ്രദേശിൽ മത്സരിക്കുന്ന 27 സീറ്റുകളിൽ 10 സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിക്കുമെന്നും പട്വാരി പറയുന്നുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും മധ്യപ്രദേശിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഇത്തവണ വിജയ പ്രതീക്ഷയിലാണ്. ഈ സാഹചര്യത്തിൽ ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പാർട്ടിക്കാരോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. ജയിച്ച ശേഷം നൽകാനാണ് പാർട്ടി വക്താവ് അവനീഷ് ബദേല 100 കിലോ ലഡു ഓർഡർ ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭോപ്പാലിലെത്താൻ കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് സംസ്ഥാന കോൺഗ്രസ് മുഖ്യ വക്താവ് അബ്ബാസ് ഹാഫിസ് പറയുന്നത്. ഏതായാലും ഇതിത്തിരി ഓവർ കോൺഫിഡൻസ് ആണെന്നേ പറയാൻ കഴിയൂ. കാരണം പുറത്തു വന്ന സർവേ ഫലങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ BJP തൂത്തുവാരുമെന്ന് പറയുമ്പോഴും എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്റെ അവസ്ഥയാണ് കോൺഗ്രസിന്റെ. പിന്നെ ഈ അവസ്ഥ കോൺഗ്രസിന്റെ മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെയും അവസ്ഥ ഏകദേശം ഇത് തന്നെയാണ്. ഞങ്ങൾ ജയിക്കുമെന്ന് വെറുതെ അലമുറ ഇട്ടുകൊണ്ടു ഇരിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ വിജയം ആഘോഷിക്കാൻ ലഡുവിന്റെ പൈസ വെള്ളത്തിലായി എന്ന് പറയാനേ പറ്റൂ. ഒന്നാമതേ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുടക്കാൻ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ബക്കറ്റുമെടുത്ത് പിരിവിനിറങ്ങിയവരാണ് ഈ കോൺഗ്രസുകാർ. അവരാണിപ്പോൾ ഈ പരിപാടികളെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇതിനൊക്കെ ആത്മവിശ്വാസം എന്നല്ല പറയുക, വെറും ഓവർ കോൺഫിഡൻസ് മാത്രം. അല്ലാതെ എന്തു പറയാൻ? പ്രമുഖ നേതാക്കളെല്ലാം തന്നെ തോൽവി ഉറപ്പിച്ച് ഭയന്നിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുള്ള ഈ പ്രവൃത്തി. പിന്നെ അവരുടെ ഒരു സന്തോഷം, അത്രേ പറയാൻ പറ്റൂ. പിന്നെ തോറ്റ പാർട്ടിക്കാരും ലഡു കൊടുത്തു എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ആ ചരിത്രം കൂടെ കോൺഗ്രസ് സ്വന്തമാക്കിക്കോട്ടെ. ഏതായാലും സർവേ ഫലങ്ങളെല്ലാം തന്നെ BJPയെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് സ്വന്തം ആശ്വാസത്തിനെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഏതായാലും 2 ദിവസം കൂടെ കഴിയുമ്പോൾ വിജയം ആഘോഷിക്കാൻ ഇരുന്നവരൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.